ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. 9ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വെച്ച് പോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ അല്ലെ മേരി ആവാസ് സുനോ എന്നുള്ള പാഠഭാഗത്തിൽ മനോഹരമായിട്ടുള്ള ഗസൽ പഠിച്ചിട്ടുണ്ട്. ആ ഗസൽ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് കൈസറുൽ ജാഫരി. അദ്ദേഹത്തിൻ്റെ സവാനി നോട്ട് തയ്യാർ കീജിയേ എന്നുള്ള ചോദ്യം നമുക്ക് വരാം. എന്തായാലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇഷാറോം കി മദദ് സേ സൂചകങ്ങളുടെ സഹായം കൊണ്ട് കൈസറുൽ ജാഫരി കാ സവാനി നോട്ട് തയ്യാർ കീജിയേ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാമോ എന്നുള്ള ചോദ്യം വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എങ്ങനെ അത് സിമ്പിളാക്കിയിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, കൈസറുൽ ജാഫരി എന്നിവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് നൽകുന്നു. അസ്ലി നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അസ്ലി നാം, യഥാർത്ഥ പേര് സുബൈർ അഹമ്മദ് എന്നായിരുന്നു. സുബൈർ അഹമ്മദ്. പൈദായിഷ്, ജനനം അല്ലെ, പൈദായിഷ്. അദ്ദേഹത്തിൻ്റെ ജനനം 1926 ईस्वी में ജോൺപൂർ में हुई. ജോൺപൂരിലാണ് അദ്ദേഹം 1926 ജനിക്കുന്നത്. ഓക്കെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഷുഹ്റത്ത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് ഷാഹിർ, അദ്ദേഹം ഒരു കവിയാണ്. ഓക്കെ, അതുപോലെ മജ്മുഅ കലാം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മജ്മുഅ കലാം, ചിറാഹിറ, അതുപോലെ രംഗഹിന, അതുപോലെ ഷുഹ്ല ഇന തുടങ്ങിയവയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇന്തിക്കാല് 15 ഒക്ടോബർ 2005 ഈസവിക്ക്. 2005 ഒക്ടോബർ 15 അദ്ദേഹത്തിൻ്റെ ഇന്തിക്കാല്, മരണം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളത് അദ്ദേഹത്തിൻ്റെ സവാനി നോട്ടിലേക്ക് ജീവചരിത്ര കുറിപ്പിലോട്ട് മാറ്റുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ചില വേർഡുകൾ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് സർ ഒന്ന് സിമ്പിളായിട്ട് പരിചയപ്പെടുത്താം. ഓക്കെ, കൈസറുൽ ജാഫരി. ഓക്കെ, ഹെഡിങ് കൊടുത്ത് കൈസറുൽ ജാഫരി. देखिए बच्चों, सब बच्चों और से देखिए, കൈസറുൽ ജാഫരി ഉറുദു കെ മഷ്ഹൂർ ഷാഹിർ ഹെൻ, ഉറുദുവിലെ പ്രശസ്തനായിട്ടുള്ള കവിയാകുന്നു. കൈസറുൽ ജാഫരി ഉറുദു കെ മഷ്ഹൂർ ഷാഹിർ ഹെൻ, ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കവിയാകുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഷുഹ്റത്ത്, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നമ്മൾ ആദ്യം കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിലൂടെ അദ്ദേഹത്തെ നമ്മൾ വർണ്ണിക്കുന്നു. കൈസറുൽ ജാഫരി ഉറുദു കെ മഷ്ഹൂർ ഷാഹിർ ഹേം, ഉറുദുവിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാകുന്നു. രണ്ടാമത് പൈദായിഷ് എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഉറപ്പായിട്ടും നൽകിയിരിക്കേണ്ടത് ഉൻകി എന്നുള്ള വേർഡാണ്. ഉൻകി, ഉൻക എന്ന് നമ്മൾ പറയാറില്ല. ഉൻകി പൈദായിഷ് 1926 ജോൺപൂർ മേ ഹുയി എന്നാണ് പറയാം. ഉഹി. അപ്പം ഈ ഒരു വേർഡ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ജനനത്തിന് മുമ്പ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഉൻകി എന്ന് കൊടുക്കുന്നു. ദേഖിയേ ബച്ചോ, ഉൻകി പൈദായിഷ്, അദ്ദേഹത്തിൻ്റെ ജനനം സെപ്റ്റംബർ 1926 ईस्वी में ജോൺപൂർ മേ ഹുയി, ജോൺപൂരിലായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് ഉൻകി പൈദായിഷ് സെപ്റ്റംബർ 1926 ईस्वी में ജോൺപൂർ മേ ഹുയി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഉൻക അസ്ൽ നാം, ഉൻക അസ്ൽ നാം, ഇവിടെ ശ്രദ്ധിക്കുക, അസ്ലി നാം മാത്രമേ നമുക്ക് നൽകിയിരിക്കുന്നുള്ളൂ. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഉൻക. ഉൻക അസ്ലി നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുബൈർ അഹമ്മദ് ഹേ, സുബൈർ അഹമ്മദ് ആകുന്നു. ഓക്കെ, കൈസറുൽ ജാഫരി തഹല്ലുസ് ദ. ഓക്കെ, കൈസറുൽ ജാഫരിയാണ് അദ്ദേഹത്തിൻ്റെ തഹല്ലുസ് നെയിം. തഹല്ലുസ് ഥ ചുരുക്കപ്പേരായിരുന്നു. കൈസറുൽ ജാഫരി തഹല്ലുസ്. ഓക്കെ, ഇത് നമുക്ക് ബയോഡാറ്റയിൽ നൽകിയിട്ടില്ല, എങ്കിലും ചിലപ്പോൾ നമുക്ക് എക്സാമിന് പറയാം, അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ് കൈസറുൽ ജാഫരി തഹല്ലുസ്ത. ചിറാഹിറ, രംഗഹിന, ഷുഅല ഹിന, ദശ്ത് തമന്ന, സംഗ് ആഷ്ന. സംഗ് ആഷ്ന കെ മജ്മുഅ കലാം ഹെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മജ്മുഅ കൃതികളാണ് ഏതൊക്കെ? ചിറാഹിറ. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ കൃതികൾ നൽകിയിട്ട് ചിറാഹിറ, രംഗഹിന, ഷുഅലാഹിന, ദസ്ത് തമന്ന, അതുപോലെ സംഗ് ആഷ്ന, ഉൻകെ മജ്മുഅ കലാം ഹെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാകുന്നു. ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഇന്തികാൽ എന്നുള്ളിടത്ത് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കുന്നു? ഉൻക. അദ്ദേഹത്തിൻ്റെ ഉൻക ഇന്തികാൽ, അദ്ദേഹത്തിൻ്റെ മരണം 15 ഒക്ടോബർ 15 2005 ईस्वी में हुआ. ഓക്കെ, 2005 ईस्वी में हुआ എന്നാണ് നൽകേണ്ടത് ലാസ്റ്റ്. ക്ലിയർ? വർഷം അവസാനത്തിൽ നൽകുന്നു. ഉൻക ഇന്തികാൽ, അദ്ദേഹത്തിൻ്റെ മരണം
എന്താണ് 15 ഒക്ടോബർ 15 2005 2005 ഈസവി में हुआ 2005 ഈസവിയിലാണ് 2005 അദ്ദേഹത്തിൻ്റെ മരണം. കൃത്യമായിട്ട് ബോർഡറൊക്കെ വരക്കുന്നു. ഓക്കെ, സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും സവാനി നോട്ട് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ, റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കുന്നു. സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്, ബൈ.